നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകരവിലായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളാണ് അതിൻ്റെ മധ്യത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നത്. അനേക പ്രസംഗങ്ങൾ നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതൊരു പ്രസംഗം പോലെ ആയിരിക്കത്തില്ല. എന്നാൽ തന്നെയാണെങ്കിലും ഒരു ബൈബിൾ സ്റ്റഡി പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ നമ്മൾ ആധികാരികമായിട്ട് നമ്മുടെ രക്ഷയെക്കുറിച്ചും നമ്മെ രക്ഷിച്ച് നമ്മെ വീണ്ടെടുത്ത് നമ്മൾ ദൈവകൃപയിൽ നിർത്തിയിരിക്കുന്നതിനെക്കുറിച്ചും നാം പൂർണ്ണമായിട്ട് നാം മനസ്സിലാക്കി വേണം കാര്യങ്ങളൊക്കെ നാം മുന്നോട്ട് നയിക്കേണ്ടത്. അതുകൊണ്ട് നവൽക്കാലം നല്ല സ്തോത്രം നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആയിരിക്കുമ്പോൾ തന്നെ എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധികാരം അതിൻ്റെ 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എഫേസ്യർ 2:20. அப்போஸ்தலர் தீர்க்கதரிசிகள் என்பவர்களுடைய அஸ்திபாரத்தின் மேல் கட்டப்பட்டவர்களுமாய் இருக்கிறார்கள். அதற்கு இயேசு கிறிஸ்து தாமே மூலைக்கல்லாய் இருக்கிறார். ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇവിടെ പറയുന്നു, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. വചനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രപ്പ, നന്ദിയോട് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ പൽക്കാലം നൽകപ്പെട്ട ഈ വചനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, അടിയനെ ഒരു ഉപകരണമാക്കി നിർത്തി കർത്താവ് തുറന്ന സ്വർഗത്തിൻ്റെ കീഴിൽ കർത്താവെ ഈ പൽക്കാലം നിന്റെ ജനത്തിന് കടന്നു വന്നവർക്ക് കർത്താവെ സ്തോത്രപ്പ അത് അനുഗ്രഹമായി തീരുവാനും, അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം വിശേഷം കർത്താവെ സ്തോത്രപ്പ യൂട്യൂബിലേക്ക് ഇത് കാണുന്നവർക്ക് അതൊരു പ്രയോജനമായി തീരുവാനും തക്കവണ്ണം ദൈവമായി കർത്താവ് ഇടയാക്കണം. പൽക്കാലം ദൈവത്തിലേക്ക് അടിയങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അടിയനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പൽക്കാലം അടിയൻ്റെ വായ് തുറക്കുമ്പോൾ കർത്താവെ സ്തോത്രം വചനം ലഭിക്കേണ്ടതിന് വേണ്ടി കർത്താവെ സ്തോത്രത്തിൽ അടിയൻ അല്ലെ ക്രൂശിൻ്റെ മറവിൽ യാചിക്കുന്ന ദൈവകൃപ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം വായിച്ചപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലായത്? ഹല്ലേലൂയ. സ്തോത്രം. എന്താണ് ഇവിടെ പറയുന്നത്? ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേൽ പണിതിരിക്കുന്നു. അപ്പം നമുക്ക് യേശു ക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. മൂലക്കല്ല് എന്ന് പറയുന്നത് നമ്മളിപ്പം പുറമെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരു വീട് കെട്ടുവാനായിട്ട് നാം പോവുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാനായിട്ട് പോകുമ്പോഴത്തേന് അതിന് ഉറപ്പ് എത്തുന്നിടം വരെ അതിൻ്റെ ഫൗണ്ടേഷൻ എടുക്കും. ഫൗണ്ടേഷൻ മാന്തി അതിൻ്റെ മണ്ണൊക്കെ എടുത്ത് മാറ്റി ഉറപ്പ് കണ്ടതിന് ശേഷമാണ് അതിനെന്ത് ചെയ്യും? മേളിലോട്ടുള്ള പണി തുടങ്ങും. പണി തുടങ്ങുമ്പോഴും അതിന് മുമ്പായിട്ടൊരു കാര്യം ചെയ്യും. എന്താണെന്നറിയോ? അതിൻ്റെ കോണ് തിരിക്കുക എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം ആ കോണ് തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? പണി എളുപ്പമാണ് ചെയ്യാനായിട്ട്. കാരണം ഏതൊരു കാര്യത്തിനും ഒരു അടിസ്ഥാനം ഇടുമ്പോൾ അതിൻ്റെ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്? അടിസ്ഥാനത്തിൻ്റെ ആ നീളവും വീതിയും നാം കണക്ക് കൂട്ടും. എന്നിട്ട് ആണ് നമ്മൾ ഇതിനകത്ത് എത്ര ചിലവാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ചെയ്തെടുക്കുന്നത്. അത് എസ്റ്റിമേറ്റൊക്കെ ചെയ്തെടുക്കുന്നവർക്കൊക്കെ അത് അറിയാൻ കഴിയും. എൻജിനീയേഴ്സൊക്കെ അതിനാണ് വെച്ചിരിക്കുന്നത്, എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിലും ഉപരിയായിട്ട് ഓവർ ഹെഡായി പോയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇവർക്ക് പണിയിൽ നിന്ന് അവരെ പറഞ്ഞുവിടാനിടയായി തീരും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് ക്രിസ്തു തന്നെ എന്താണ്? മൂലക്കല്ലാണ്. നമുക്ക് ആ അടിസ്ഥാനത്തിൻ്റെ മേലാണ് ദൈവം നമ്മെ പണിതിരിക്കുന്നത്. ഈ പണി എന്നുള്ളത് എങ്ങനത്തെ പണിയാണ് പണിതിരിക്കുന്നത്? നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൻ്റെ മേലാണ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം എന്താണ്? അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പ്രവാചകന്മാർ. അപ്പോൾ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആലോചനകളെ നമ്മൾ ഓരോരുത്തരുടെ അടുത്ത് പ്രവചിച്ച് പറയാനും, അതുപോലെ തന്നെ ദൈവസന്നിധിയിൽ അപ്പോസ്തലന്മാരെന്ന് പറയാൻ സഭയെ നടത്താൻ തക്കവണ്ണോ ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, ഇങ്ങനെ
ശുശ്രൂഷകന്മാരെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ തന്നെ ഇവിടെ വളരെ ശക്തമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പണി പണിത് നമ്മളെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് മുമ്പ് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഇതുകൊണ്ടാണ് പറയുന്നത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയിൽ നമ്മൾ ആത്മാക്കളെ നേടണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ നേടിയാൽ മാത്രമേ നാം എങ്ങനെ ക്രിസ്തുവിനെ അറിഞ്ഞോ അതുപോലെ അവരും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്ന പദവിയെ നമ്മൾ മറന്നു പോകരുത്. കർത്താവിനെ കണ്ടുമുട്ടാനായിട്ട് ഒരു മുഖാന്തരം നമുക്ക് ജീവിതത്തിൽ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ചിലര് ജനിച്ചപ്പോൾ തന്നെ മാതാപിതാക്കൾ വിശ്വാസികളായതുകൊണ്ട് ഈ ക്രിസ്തുവിനെ അവർ അറിയിച്ചു കൊടുത്ത് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അതല്ലാതെ ചിലരൊക്കെ പാരമ്പര്യമായിട്ട് വേറെ ഇതിൽ വിശ്വസ്തരായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് ഈ സുവിശേഷം നമ്മുടെ മുമ്പിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടാൻ ഇടയായി തീർന്നു. ഈ തിരുവചനം കേട്ടിട്ട് സത്യം അറിയുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ഒരിക്കൽ പറഞ്ഞു, സത്യം നിങ്ങൾ അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പം ആ സ്വാതന്ത്ര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിരിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ മറ്റുള്ളവർക്ക് പറയണോ വേണ്ടായോ? അത് ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് പോയി പറയാൻ പറ്റും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റും. ഞാനൊക്കെ എന്നോട് ഒത്തിരി പേര് സംസാരിക്കുമ്പോൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോൾ ആ ഇടയിൽ കൂടെ തന്നെ തിരികെ കയറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം പറയും, കർത്താവ് വിടുവിച്ചതിനെ കുറിച്ച് പറയും, നിങ്ങൾ ദൈവസ്ഥനിലേക്ക് വരണമെന്ന് വിളിക്കും, പറയും. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും ഇതൊന്നും നേടിയെടുക്കാൻ പറ്റത്തില്ല. കാരണം കരുണരസമായ കാര്യങ്ങളെ കാണാനൊക്കെ ആളുകൾ തടിച്ചു കൂടും. എന്നാൽ ഈ സത്യമാർഗത്തെ ഉള്ളിടത്ത് ആളുകൾ വരാൻ വളരെ ലേറ്റാവും. കാരണം അവരുടെ ഉള്ളത്തിലോട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ എന്ത് ചെയ്യുന്നു? വിതയ്ക്കുക ചെയ്യുന്നത്. ഈ വിതയ്ക്കുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നു? ഈ വിത്ത് അവിടെ ചെന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോൾ അതിന് ഒരല്പം വേരിറങ്ങും. ആ വേര് പൊട്ടി വരുമ്പോഴത്തേന് ഇലകൾ പൊട്ടി വിടരാൻ തുടങ്ങും. നമ്മൾ കണ്ടിട്ടില്ലേ ഒരു ചെടി വളരുന്നതിനെ കുറിച്ച് കാണിക്കുന്നത്? ഇതുപോലെയാണ് ദൈവത്തിൻ്റെ വചനവും. അത് നമ്മൾ എറിഞ്ഞ് അവരുടെ അടുത്തോട്ട് നമ്മൾ എത്തിച്ചാൽ മാത്രമേ അവർക്ക് ഈ ദൈവസ്നേഹത്തിലേക്ക് വരാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് മൂലക്കല്ലായിട്ട് ഒരു അടിസ്ഥാനം എന്താ തന്നിരിക്കുന്ന? ക്രിസ്തു. ആ ക്രിസ്തുവിനെ കുറിച്ചാണ് നാം പറയേണ്ടത്. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടത്. അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഒത്തിരി മണിക്കൂറുകണക്കോളൊക്കെ ഇരുന്ന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ പറയാനും ചിരിക്കാനും ചെയ്യാനൊക്കെ നമുക്ക് കഴിയും. എന്നാൽ യേശു ക്രിസ്തു എന്നുള്ള നാമം നമ്മൾ നാവിലൂടെ എടുത്തില്ല എങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് പറയുന്നത് വെറും ശുദ്ധ പോഷകായ ഒരു സംഭവമാണ്. കാരണം നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ എങ്ങനെ ക്രിസ്തു സ്നേഹിച്ചെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എങ്ങനെ അടുത്ത് കൂടി ചെല്ലാൻ പറ്റുന്നത്? ഈ പലർക്കും പലതും ലഭിച്ചിട്ടില്ല. ഞാൻ ഇത്ര കാലം ഞാൻ സഭയിൽ പോകുന്നുണ്ട്, ഇത്ര കാലം ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും ഒന്നും ലഭിക്കാതെ പോകുന്നതിന്റെ കാരണം എന്തുകൊണ്ടാണെന്നറിയോ? അതുകൊണ്ടല്ലേ പത്രോസ് ഒരിക്കൽ മീൻ പിടിക്കാൻ വേണ്ടി എല്ലാം കർത്താവിനെ വിട്ടിട്ട് വന്ന് വല ഇറക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ച് നാഥ ഒന്നും കിട്ടിയില്ലെന്നാ പറഞ്ഞത്. എന്നാൽ യേശുവിന്റെ വാക്കിന് ഒരു വല ഇറക്കിയപ്പോൾ അവിടെ എന്താ പറയുന്ന? പെരുത്ത മീൻകൂട്ടം എന്നാ. എന്നിട്ട് ഈ ചെറിയ മീനിനെ എന്നും കണക്കിൽപ്പെടുത്തിയിട്ടില്ല, 153 എന്ന് പറഞ്ഞിട്ട് വലിയ മീൻ കിട്ടിയെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഇതുപോലെ ദൈവത്തിന്റെ വചനത്തെ നാം കൈക്കൊള്ളുമ്പോൾ നമ്മളും എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് നാം അറിയിക്കണം. ഒരാളിന് പകരം ഒരാളോട് പറയുമ്പോൾ ഇനി ഒരാൾ ഇതൊരു ചെയിൻ മാരിയാണ്. ഇത് കണ്ണികളാണ്. ഇതിങ്ങനെ കോർത്ത് ഇണക്കാ പോകുന്ന. ഇന്ന് പലരും എന്താ ചെയ്യുന്നതെന്നറിയോ? പ്രശസ്തനാകാൻ ആഗ്രഹിക്കുകയാണ്. വളരെ എനിക്ക്
മീഡിയാസിലൂടെ എന്നെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, എന്നെക്കുറിച്ച് കേട്ടിരിക്കണം, എൻ്റെ പാട്ടുകൾ കേൾക്കണം, എൻ്റെ പ്രസംഗം കേൾക്കണം. എന്നാൽ രണ്ടുപേരിരിക്കുന്നിടത്ത് വന്നു നിന്ന് ആരാധിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ആള് കുറവാന്നാ പറയുന്നത്. കർത്താവിന്റെ വചനം എന്താ പറയുന്നത്? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. മനസ്സിലായോ? അത് വീട്ടിലിരുന്നിട്ട് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും ഇന്നത്തെ കാലത്ത് ഒന്നിൽ കൂടുതൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് കർത്താവ് മുന്നമേ കണ്ടിട്ട് പറഞ്ഞത് 2 3 എന്ന് പറഞ്ഞത്. അബ്രഹാമിനോടൊക്കെ വാഗ്ദത്തം കൊടുത്തത് അങ്ങനെയല്ല. നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും പിന്നെ കടൽക്കരയിലെ മണലിനെ പോലെ എണ്ണിക്കൂടാതെ നിങ്ങൾക്ക് സന്തതിയെ തരുമെന്ന. അതുകൊണ്ട് മുന്നമേ അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ മധ്യത്തിലുണ്ടെന്ന്. ചില ദൈവദാസന്മാര് ഒരു കൺവെൻഷൻ പ്രസംഗികനായിരിക്കാം, അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ചർച്ചിലേക്ക് ഒന്ന് വരണമെന്ന് പറയുമ്പോൾ, അപ്പോൾ ഫസ്റ്റ് ചോദിക്കുന്ന എന്തായിരിക്കും എന്നറിയോ? എത്ര പേരുണ്ട്, സഭാവിശ്വാസികൾ എത്രയുണ്ട്, കൺവെൻഷൻ നോട്ടീസൊക്കെ അടിച്ച് ഒട്ടിക്കുമ്പോഴത്തേന് എത്ര പേര് വരും? പ്രിയമുള്ളവരെ, ഇങ്ങനെ ഉള്ളവരുടെ അടുത്തല്ല നാം പോകേണ്ടത്. യഥാർത്ഥമായിട്ട് പാവപ്പെട്ട സാധുക്കളായ ദൈവദാസന്മാരുണ്ട്. അവരുണ്ടല്ലോ ആഹോളം ഇരുന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് നിലവിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവർ വന്നിട്ട് അവരെന്ത് ചെയ്യുന്നറിയോ? ഒരു ആത്മാവിനെ നേടാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ അടുത്താണ് ചെല്ലേണ്ടത്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ആൾക്കൂട്ടത്തിന്റെ പെരുപ്പത്തിലല്ല, ആത്മാവിന്റെ ഒരുക്കത്തിലാണ് ഞാൻ പ്രസാദിക്കുന്നത്. ഇന്ന് പലരുടെയും ജീവിതം അങ്ങനെ ആയിപ്പോയി, പലരുടെയും കാഴ്ചപ്പാട് അങ്ങനെ ആയിപ്പോയി. പള്ളിയിൽ മുഖ്യ സ്ഥാനവും അങ്ങാടിയിൽ വന്ദനവും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഇവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അറിയോ? നിങ്ങൾ കിണ്ടിക്കിണ്ണ മുതലായവയെ പുറം വെടിപ്പിക്കുന്നു, നിങ്ങളുടെ അഹമോ ക്ലാവ് പിടിച്ചിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ അവസ്ഥ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം. തുടർന്ന് നമുക്ക് വായിക്കാം. എഫേസ്യർ 2:1 1 2 വാക്യം ഒന്ന് വായിച്ചാട്ടെ, ഒന്ന് പെട്ടെന്ന് വായിച്ചാട്ടെ. അക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പം മുമ്പ് നമുക്കൊരു നടപ്പുണ്ടായിരുന്നു. അതാണ് പൗലോസ് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നാം ഈ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ കൂടാരത്തിന്റെ അകത്ത് കയറുന്നതിന് മുമ്പ് നമുക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, അതിക്രമം ഉണ്ടായിരുന്നു, പാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തെ കുറിച്ചാണ് ആ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നമ്മൾ മരിച്ചു മടക്കം ചെയ്തതിന് ശേഷമല്ല, പാപത്തിൽ മരിച്ചവരായിരുന്ന നമ്മെ ദൈവം എന്ത് ചെയ്തു? ഉയർപ്പിച്ചിരിക്കുകയാണ്. ഉയർപ്പിച്ചിട്ട് അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിന് അധികാരത്തിനും അനുസരണക്കേടിൽ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്. അപ്പൊ ഇപ്പോഴും ആ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടായിരിക്കുന്ന. അതാണ് പലരും പാപത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്നത്. ഞാൻ പലപ്പോഴും പലരോടും പറയാറുണ്ട്, വളരെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായിരിക്കാം, അവർ വരുത്തി വെച്ചതായിരിക്കാം, അവർക്ക് വന്നതായിരിക്കാം. അങ്ങനെയൊക്കെ കടന്നു പോകുന്നവരോട് നാം ഒരു വാക്ക് ആ തക്ക സമയത്ത് ഒരു കോൾ വിളിക്കുന്നതായിരിക്കും അവനെ ഉണ്ടല്ലോ മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നത്. കാരണം അവൻ ചിന്തിച്ചിങ്ങനെ ഇരിക്കും, ഇനിയിപ്പം ജീവിച്ചിട്ട് കാര്യമൊന്നുമില്ല, നമ്മളിനി എത്ര കാലമാ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നത്, ഇതുവരെ എന്നെ വിടുവിക്കാൻ ഒരു ദൈവത്തിനും കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, ഓട്ടോറിക്ഷയിൽ കയറി കഴിയുമ്പോൾ 3 ദൈവം ഉണ്ടാവും. ഞങ്ങളൊരിക്കൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകുമ്പോഴത്തേന് 3 ദൈവം വെച്ചിട്ടുണ്ട്. ഒന്ന് ക്രിസ്തുവും, ഇനിയൊന്ന് ഇവരുടെ മുസ്ലിംസിന്റെയും, മറ്റൊന്ന് ഹിന്ദുക്കളുടെയും. അങ്ങനെ 3 പേരെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തിനാ ഈ 3 പേരെ വെച്ചിരിക്കുന്നത്? അപ്പോൾ ആരെങ്കിലും ഒരാളെ രക്ഷിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ആരെങ്കിലും ഒരാളെ അല്ല നാം സേവിക്കുന്നത്. നാം സേവിക്കുന്ന ആരാന്നറിയോ? ജീവനുള്ള ദൈവത്തെയാണ്.
അപ്പം ആ ദൈവത്തെ സേവിക്കുമ്പോൾ അപ്പം എങ്ങനെ മുമ്പ് നമ്മൾ മരിച്ചവരായിരുന്നു നമ്മെ ഉയർപ്പിച്ചതുപോലെ ഇന്ന് നമ്മൾ ഒരു വാക്ക് ഫോണിലൂടെ ഒരു വ്യക്തിയോട് പറയുമ്പോൾ അത് ആ റിംഗ് ടൂൺ കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ മൈൻഡ് ഉണ്ടല്ലോ പിശാച് ഒരുക്കി വെച്ചിരുന്ന പദ്ധതിയെ തകർക്കാൻ കഴിയും. അപ്പൊ അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന മക്കളിലുള്ള ആ പ്രവൃത്തിയെ മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണാൻ കഴിയും. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോഴത്തേന് അവൻ അതുവരെ അവനെ പിരിമുറുക്കി വെച്ചിരിക്കുന്ന ആ ചിന്ത വിട്ടുപോകും. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്നുള്ളത്. അതാണ് അപ്പോസ്തലന്മാരാക്കി വെച്ചിരിക്കുന്നത്. അതാണ് പ്രവാചകന്മാരാക്കി വെച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് രണ്ടാമത്തെ കാര്യം ഒന്ന് വായിച്ചാട്ട്, അതിന്റെ 3-ാമത്തെ വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. മതി. അപ്പോൾ ഇവിടെ മുമ്പ് നമുക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ആ സ്വഭാവത്തെയാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? വിടുവിച്ച്. ആ വിടുവിച്ച രക്ഷിപ്പിനെ കുറിച്ച് നാം ഫസ്റ്റ് മനസ്സിലാക്കിയിരിക്കണം. നമ്മൾ കർത്തൃമേശ എടുക്കുന്നവരാണ്, എല്ലാ ആഴ്ചകളിലും ചർച്ചിൽ വരുന്നവരാണ്, എല്ലാ ആരാധനയ്ക്കും കൂടുന്നവരാണ്. എന്നിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. അങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ലഭിച്ചിരിക്കുന്ന കൃപയെ നമ്മൾ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ കൃപയെ ജ്വലിപ്പിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്ന അറിയോ? ഇവരിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ കേൾക്കുന്നവന് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കൽ എത്യോപ്യയിൽ നിന്ന് ഷണ്ടൻ, അതായത് എത്യോപ്യ രാജ്ഞിയുടെ പണത്തിന്റെ ഫിനാൻസ് മിനിസ്റ്ററാണ് ഷണ്ടൻ, എത്യോപ്യയിൽ നിന്ന് ഇവിടെ യെരുശലേമിലേക്ക് ബഹുദൂരം തേരിൽ ഇങ്ങനെ സഞ്ചരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സഞ്ചരിച്ചു വരുമ്പോൾ ഞാൻ വാക്യങ്ങളൊന്നും എടുക്കാൻ തന്നെ അറിയോ, ഒക്കെ സമയം ഒത്തിരി പോകും. അപ്പോസ്തല പ്രവൃത്തിയിലെ കാര്യമാണ് ഈ പറഞ്ഞത്. പോകുമ്പോഴത്തേന് യെശയ്യാ 53 ഇരുന്ന് പുള്ളി ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിലിപ്പോസ് അടുത്ത് ചെന്നിട്ട് ചോദിച്ച്, സിമ്പിൾ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി അടിപൊളി മറുപടിയാ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരുവൻ പൊരുൾ തിരിച്ചു തന്നില്ലെന്നുണ്ടെങ്കിൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് മനസ്സിലായോ? നമ്മൾ എത്ര വായിച്ചും എത്ര, ഈ വേദപുസ്തകം എന്നുള്ളത് 66 പുസ്തകമാണ്. അത് എത്ര വേണേലും നമുക്ക് വായിക്കാം. വായിച്ച് 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 നമുക്ക് മുന്നോട്ട് പോകാം. ഒരു കഥ പുസ്തകം പോലെ വായിച്ചുകൊണ്ടിരിക്കാം. കാരണം നടന്ന കാര്യം, നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം എഴുതിയിട്ടുണ്ട്, വായിച്ചുകൊണ്ടിരിക്കാം. നമുക്ക് എന്തുകൊണ്ടാണ് പല ദൈവദാസന്മാരും വരുമ്പോൾ പല ആംഗിളിൽ നിന്നിട്ട് നമ്മളോട് സുവിശേഷത്തെ അറിയിക്കുന്നത്? നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അതുപോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുകൊണ്ടാണ് അവിടെ ഫിലിപ്പോസ് പറഞ്ഞു, ഫിലിപ്പോസിനോട് ഷണ്ടൻ പറഞ്ഞത് കേട്ടോണ്ടാ പറഞ്ഞു, ആ പൊരുളിനെ തിരിച്ചു കൊടുത്തു. നമ്മൾ കിട്ടിയിരിക്കുന്ന നിക്ഷേപത്തെ സുവിശേഷത്തിന്റെ അകത്ത് പറയുന്നുണ്ട്, 1 താലന്ത് കിട്ടിയവൻ കുഴിച്ചിട്ട്, 2 കിട്ടിയവൻ 2 കൂടെ പണത്, 5 കിട്ടിയവൻ 5 കൂടെ, 10 കിട്ടിയവൻ 10 കൂടെ. അങ്ങനെ നമ്മുടെ താലന്തുകൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കണം. ഈ വ്യാപാരം ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യും? വർദ്ധിക്കുന്നത്. അല്ല, നമ്മൾ ഇരുന്ന് പ്രാർത്ഥിച്ചിരുന്നാലൊന്നും വരത്തില്ല. അത് സഭയിലെ പാസ്റ്ററിനുള്ളതാണ്. അദ്ദേഹം ഇതൊക്കെ നോക്കിക്കോളും. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് എന്നെ വണ്ടി കൊണ്ടുവരും, എന്നെ കൂട്ടിക്കൊണ്ടുപോകും, ഞാൻ അവിടെ പോയി ആരാധിക്കും, ഞാൻ തിരിച്ചു പോകുന്നു. ഒരു കാര്യം ഓർക്കണം, എന്നെ വണ്ടി കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ അത്ര സഹിഷ്ണുതയോടെ അവരത് ചെയ്യുമ്പോൾ, ആ സഹോദരങ്ങൾ അത് ചെയ്യുമ്പോൾ, ഞാൻ എന്ത് ചെയ്യണം? ഒരാത്മാവിനെങ്കിലും ഞാൻ നേടിയിരിക്കണം. ഒരാളെ, ഈ വണ്ടി വെറുതെ പോവാണ്, എൻ്റെ കൂടെ വാ, നമുക്ക് സഭയിൽ പോയിട്ട് ആരാധിച്ചിട്ട് വരാം, അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട്,
കൂട്ടിക്കൊണ്ട് വിടുകയും തിരിച്ചും കൊണ്ടുവിടുന്നുണ്ട്. അപ്പം ലേപമായി ലഭിച്ചവൻ ലേപമായിട്ട് തന്നെ തിരിച്ചു കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ വേല, അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം. അപ്പൊ നമ്മൾ എല്ലാവരും ആരാണ്? ദൈവത്തിന്റെ വേലക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ലഭിച്ചതിന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആ വണ്ടിയെ വെറുതെ കാലിയാക്കി വിടരുത്. അടുത്ത ഇനി രക്ഷിപ്പിനെ കുറിച്ച്, ആ രക്ഷിച്ചതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ രക്ഷിക്കപ്പെട്ടതിന്റെ ഗുണമുണ്ടല്ലോ, ദൈവത്തിന്റെ കൃപയാണ്. ദൈവത്തിന്റെ കൃപ ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെട്ടത്. അല്ലാതെ നമ്മളെ വളർത്തിയ ഗുണം കൊണ്ടല്ല, നമ്മുടെ മാതാപിതാക്കളുടെ ഗുണം കൊണ്ടല്ല, അല്ലെ ഈ ലോകം തന്ന സ്നേഹം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു. ദൈവം കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, വെറും സ്നേഹമല്ല, മഹാസ്നേഹമാണ്. അത് ആ സ്നേഹത്തിന് വലിയ വില ഉണ്ട്. ഇന്ന് നമ്മുടെ മക്കളോട് പോലും ഈ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ ഇങ്ങനെ ഇരിക്കും. കാരണം ഇത് എന്തുകൊണ്ടാണ് പറ്റുന്നത്? ഒരാഴ്ചയിൽ ഒരു ദിവസം ചർച്ചിൽ പോയിട്ട് തിരിച്ചു വരുന്നില്ലേ? ഈ അവസ്ഥയിലേക്ക് മാറണം, ആ അവസ്ഥയിൽ നിന്ന് മാറണം. ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും ഹൃദയം എന്ത് ചെയ്യണം? സംസാരിച്ചുകൊണ്ടിരിക്കണം ദൈവസന്നിധി. ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒത്തിരി നേരം സംസാരിച്ചുകൊണ്ടിരിക്കണം. ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കുന്ന പറയുന്നത്. എല്ലാത്തിനും എന്ത് ചെയ്യണം? സ്തോത്രം ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ആത്മാവിനെ കെടുക്കരുത്. നമ്മള് ഈ കർത്തൃമേശ കഴിയുമ്പോൾ ഈ വായിക്കുന്ന വചനങ്ങളാ ഇതൊക്കെ. ആത്മാവിനെ കെടുക്കരുത്, പ്രവചനത്തെ തുച്ഛീകരിക്കരുത്, സകലതും ശോധന ചെയ്ത് നല്ലത് മാത്രം മുറുകെ പിടിക്കണം. അപ്പൊ എല്ലാം പിടിക്കണം എന്നല്ല പറഞ്ഞിരിക്കുന്ന, നല്ലത് മാത്രം മുറുകെ പിടിക്കണം. അപ്പൊ ദൈവസന്നിധിയിലേക്ക് ഫസ്റ്റ് നമ്മുടെ രക്ഷിപ്പിനെ കുറിച്ച് നാം മനസ്സിലാക്കിയിരിക്കണം, നമ്മെ രക്ഷിച്ചതിനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതിന്റെ അടുത്തതായിട്ട് ഇപ്പൊ നമ്മളെ ദൈവസന്നിധിയിലേക്ക് നമ്മൾ കൂട്ടി ചേർത്തിരിക്കുമ്പോൾ തന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നാം ആരായിരുന്നു? ഒരു കാലഘട്ടത്തിൽ ജാതികളായിരുന്നു, അല്ലേ? ഈ ജാതിക അവസ്ഥയിൽ നിന്നിട്ടാണ് നമ്മെ ദൈവം കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയാണ് വായിക്കാം. 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നു എന്ന് ഓർത്തുകൊള്ളുകയും. അപ്പൊ നമ്മൾ ചിലത് ഓർക്കണം. ഇന്ന് നാം നിൽക്കുന്ന സ്ഥലവും നാം ആയിരിക്കുന്ന ജീവിതവും ഒന്ന് ഓർത്തു നോക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തിൽ കാണാം, നിന്നെ വെട്ടിയെടുത്ത ആ കനികർപ്പത്തിലേക്ക് നീ ഒന്ന് തിരിഞ്ഞു നോക്കണം. അവിടെ പറഞ്ഞിരിക്കുന്ന വളരെ വ്യക്തമായിട്ട്. അപ്പൊ നമ്മെ വെട്ടിയെടുത്ത ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ഇന്നുണ്ടല്ലോ വീഴാതെ നെളിയാതെ നിൽക്കുന്നത്. സഹോദരൻ സങ്കീർത്തനം എടുത്തപ്പോൾ പറഞ്ഞു, ദൈവത്തെക്കാട്ടിലും വലിയവനാകണമെന്ന് പറഞ്ഞിട്ട് ഒരാള് വലിയ ആഗ്രഹത്തോടെ വന്നു. ദൈവം എന്ത് ചെയ്തു? വെട്ടി താഴെ ഇട്ടു. അപ്പൊ നിൽക്കുന്നു എന്ന് തോന്നുന്നവരെന്ത് ചെയ്യണം? വീഴാതെ വണ്ണം നിൽക്കണം, സൂക്ഷിക്കണം ആ നിൽപ്പിനെ. കാരണം പലരും നമ്മുടെ മുമ്പിൽ എബ്രായർ 4-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ കാണാം, വാക്കുത്തത്തം എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്, എന്നാൽ പ്രവേശിച്ചിട്ടില്ല പലരും, അല്ലേ? ഓടിയ അനേക ആളുകളുണ്ട്. ഈ ഓടിയ എല്ലാവരും അവിടെ എത്തിയെന്നാണോ? അല്ല. അപ്പൊ ആ ലഭിച്ചതിനെ നമ്മൾ ഒരിക്കലും വെറുത്താവാക്കി കളയരുത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
എൻ്റെ അടുത്തായിട്ട് 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ടെ. 2:7. ക്രിസ്തു യേശുവെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. അടുത്തവിടെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയാകും. അപ്പൊ നമ്മുടെ രക്ഷിപ്പിന് ഒരു ഇതുണ്ട്. എന്താണ് അതിന്റെ 8-ാമത്തെ വാക്യം കറക്റ്റ് ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, അതിന് നിങ്ങൾ കാരണമല്ല. കാരണം ഇതിനൊന്നും നമുക്ക് അതാ പറഞ്ഞ നമുക്ക് പറയുവാനോ പുകഴുവാനോ പ്രശംസിപ്പാനോ തക്കവണ്ണം യാതൊരു യോഗ്യതയുമില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായിട്ട് തരുന്നത് അല്ലേ? അപ്പന്റെ സ്വത്ത് നമുക്ക് അപ്പം പണ്ട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൂട്ടിയൊക്കെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന മക്കൾക്ക് വീതിച്ചു കൊടുക്കുമ്പോൾ ഇതിനെ അവനൊന്നും കഷ്ടപ്പെട്ടിട്ടല്ല ഈ മാന് കൊണ്ട് തിരിച്ചതിനെ വിൽക്കുന്നത്. കാരണം അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ അവൻ നശിപ്പിക്കാൻ അവന് തോന്നത്തില്ല. ഇന്ന് പലരും അങ്ങനെയാണ്. അപ്പൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തുക്കളൊക്കെ എടുത്തിട്ട് കൊണ്ടുപോയി അങ്ങ് എന്ത് ചെയ്യുക, വിലസി ജീവിക്കുക എന്ന് പറയും. എന്നാൽ അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലല്ലോ ആ കഷ്ടപ്പാടിന്റെ വില അറിയാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ ഒരാളോട് സംസാരിക്കുമ്പോൾ പറയാണ്, ഇവിടെ 1 ദിർഹംസ് ഉണ്ടെങ്കിലും ജീവിക്കാമോ? സ്വന്തം നാട്ടിൽ 1 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഇവിടുത്തെ 1 രൂപ തന്നെ അവിടുത്തെ 1 രൂപ കൂട്ടിയാൽ മതി. ഇത്രയും കൂടെ കൂട്ടിയാൽ മതി. ഇവിടുത്തെ മൾട്ടിപ്ലൈ ചെയ്യണ്ട. നാട്ടിലെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്റർ? ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഒത്തിരി കാലമായി. പാസ്റ്റർ വിസിറ്റിൽ വന്നിരിക്കുന്നതുകൊണ്ട് അറിയാമല്ലോ, ഈ അടുത്ത കാലത്ത് വന്നതുകൊണ്ട്. 1 ദിർഹംസ് ഉണ്ടെങ്കിൽ അല്ല ഇന്ത്യൻ്റെ 1 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? എന്നാൽ ഇവിടുത്തെ 1 രൂപ ഉണ്ടെങ്കിൽ ജീവിക്കാൻ അറിയാം, ഒരു ദിവസം തള്ളി നിൽക്കാൻ പറ്റും. അപ്പൊ നമ്മെ ദൈവം കൊണ്ടാക്കി വെച്ചിരിക്കുന്ന ദേശം ഏതാണ്? നിങ്ങൾക്ക് പാർക്കുവാൻ തക്കവണ്ണം നല്ലൊരു പട്ടണമല്ലോ ഞാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക്. നിങ്ങൾ വെക്കാത്ത വീടുകളിൽ നിങ്ങളെ പാർപ്പിക്കുമെന്ന്. അപ്പൊ ദൈവത്തിന്റെ വാക്കുതത്വങ്ങളൊക്കെ ഉണ്ടല്ലോ, സകലതും നിറവേറിക്കൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതുപോലെ തന്നെയാണ് നമ്മെ രക്ഷിച്ച് ഈ രക്ഷിപ്പിന്റെ നമുക്ക് ഈ ദൈവത്തോട് കൂടെ ചേരാൻ പറ്റാത്ത വിധത്തിൽ ഈ മുമ്പേ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ നമുക്ക് തടസ്സമായിരുന്നു. ഈ തടസ്സങ്ങളെയൊക്കെ ദൈവം എന്ത് ചെയ്തു? മാറ്റി തന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ വായിക്കാം. അതിൻ്റെ 14-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അല്ല 13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു. അവൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെ ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിനെ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനായി സൃഷ്ടിപ്പാൻ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. ആമേൻ, ഹല്ലേലൂയ. ഒരുവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടത് കൊണ്ടാണ്, അവന്റെ രക്തം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് അടുത്ത് വരാൻ പോലും കഴിയാത്ത രീതിയിൽ നിന്ന ഒരു ശത്രു എന്ന പോലെ, ഒരു മല പോലെ നിന്ന പോലെ അതിനെന്ത് ചെയ്തു? ദൈവം തകർത്ത് കളഞ്ഞിട്ട് നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? ഈ സഭയിലേക്ക് നമ്മെ കൂട്ടി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ്, ഇങ്ങനെ നമുക്ക് മിണ്ടായിരുന്നാൽ മതിയോ? നാം മിണ്ടാതെ ഇരിക്കരുത്. മിണ്ടാതെ ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അവിടെ മിണ്ടായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളാൻ പറഞ്ഞിരിക്കുന്നു. അതല്ലാതെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നമ്മുടെ പ്രവൃത്തിയില്ലാതെ നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അതൊന്നും നടപ്പുള്ള കാര്യമല്ല. കാലിൽ ചിലങ്ക കെട്ടിയിട്ട് കിലുക്കി നടക്കുന്ന പോലെയാണ്. അതിന് ശബ്ദം മാത്രമേ അത് കേൾക്കത്തുള്ളൂ. ആ ചിലങ്കയ്ക്കുള്ള ശബ്ദം എന്താണെന്നുള്ള അതിനറിയത്തില്ല. അതറിയാം, ആനയ്ക്ക് തുടൽ കെട്ടിയിരിക്കുന്ന പോലെ. അത് ആനയ്ക്ക് ചങ്ങലി ഇട്ടിരിക്കുമ്പോൾ അത് നടന്നു വരുമ്പോൾ കണ്ടിട്ടില്ലേ? അത് ദൂരെ ആയിരിക്കും വരുന്നത്, എന്നാൽ അതിന്റെ ശബ്ദം നമുക്ക് എന്ത് ചെയ്യണം? കെട്ടിടം
എങ്ങനെയായി യുക്തമായി തീരണം. ഒരു കെട്ടിടം യുക്തമാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സിമെന്റും മണലും മാത്രം മതിയോ? അതിൻ്റെ അകത്ത് വെള്ളവും കൂടെ ചേർന്നാലേ അതെന്താന്ന് മിക്സായി വരുന്നത്. ഇതുപോലെയാണ് സഭയ്ക്കകത്ത് പാസ്റ്റർ മാത്രമല്ല, എൽഡർ മാത്രമല്ല, വിശ്വാസികൾ മാത്രമല്ല, കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയിലും ദൈവത്തിന്റെ വേലക്കാരനാണ്. അപ്പൊ എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് ഒരു കെട്ടിടം പൂർത്തിയാകുന്നത് പോലെ. എഞ്ചിനീയർ മാത്രം മതിയോ? പ്ലാൻ വരയ്ക്കുന്നവൻ മാത്രം മതിയോ? പ്ലാൻ വരച്ചുകൊണ്ട് കെട്ടിടം ആവുമോ? ആകത്തില്ല. എഞ്ചിനീയർ വന്ന കെട്ടിടം ആവുമോ? ആകത്തില്ല. അതിനുവേണ്ടി പണിയാൻ ആള് വേണ്ടേ? ടെക്നീഷ്യൻസ് വേണ്ടേ? ഇതുപോലെ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ യുക്തമായി മാറുന്നത്, ഒരു കെട്ടിടമായി തീരുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനം വിട്ട് നമ്മെ ദൈവം പണിതിരിക്കുന്നത്. ആ പണിയെ നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണരുത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ആലോചന, നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിന്റെ കൃപയെ നാം എന്ത് ചെയ്യണം? ഓരോ ദിവസവും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും ദൈവസന്നിധിയിലേക്ക്. മുമ്പ് നാം ഒനോസിമോസിനെ കുറിച്ച് പൗലോസ് പറയുന്നു, മുമ്പേ അവൻ പ്രയോജനമില്ലാത്തവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എനിക്കും നിനക്കും പ്രയോജനമുള്ളവനായി തീർന്നു. അതെങ്ങനെ? ഈ പൗലോസ് ജയിലിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഒനോസിമോസ് പൗലോസിനെ കാണാൻ ചെന്നിട്ടുണ്ട്. കാരണം ഒത്തിരി പലർക്കും അറിയത്തില്ല, മനസ്സിലായോ? പലർക്കും പല കാര്യങ്ങളും അറിയത്തില്ല, വ്യക്തിപരമായിട്ട് കാണുന്നില്ല. ഇതുപോലെ അന്ന് ആർക്കും വേണ്ടാത്തവനായിട്ട് നടന്നു. കാരണം ചിലപ്പം ഇവര് ഈ സുവിശേഷം പറഞ്ഞപ്പോൾ കേട്ട് കാണത്തില്ലായിരിക്കാം, തള്ളിക്കളഞ്ഞവരായിരിക്കാം. എന്നാൽ പല ദിവസം കഴിഞ്ഞപ്പോൾ പൗലോസും ജയിലിലായി. എന്നാൽ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ നടന്നു, ആ പാപബോധത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് തിരിച്ചയക്കുകയാണ്. എങ്ങോട്ട്? ഞാനകത്താണ്, ആയിക്കോട്ടെ, എന്നാൽ മുമ്പേ അവൻ കൊള്ളരുതാത്തവനായിരുന്നു, ഇപ്പോൾ എനിക്കും നിങ്ങൾക്കും കൊള്ളാവുന്നവനായി തീർന്നു. ഇതുപോലെ ദൈവം നമ്മെ എന്ത് ചെയ്തിരിക്കുന്നു? കൊള്ളാവുന്നവനാക്കി തീർത്തിരിക്കുന്നു. കൊള്ളാവുന്നവനാക്കിയാണ് നമ്മെ തീർത്തിരിക്കുന്നത്. മുമ്പ് നമ്മൾ ആർക്കെങ്കിലും അടങ്ങുന്നവരായിരുന്നോ? അനുസരണക്കേടിൽ വ്യാപരിക്കുന്ന മക്കൾ എങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരുന്നോ ആ വ്യാപാരത്തിന്റെ ശക്തി നമ്മളിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നാം ആരായി? ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന് മേൽ നമ്മെ പണിതത് കൊണ്ട് എന്തു പറ്റി? നാം ദൈവത്തിനും മറ്റുള്ളവർക്കും അനുസരണമുള്ളവരായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞു, അനുസരണം യാഗത്തെക്കാൾ ഉത്തമമായ കാര്യമാണ്. ഒരു യാഗം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് അനുസരിക്കുക എന്നുള്ളത്. വലിയ മുതിർന്നവരെ അനുസരിക്കുക എന്നുള്ളത്, മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളത്, ഒരു ദൈവദാസനെ മാനിക്കുക എന്നുള്ളത്, അത് എല്ലാം ഉണ്ടല്ലോ അനുസരണത്തിന്റെ കാര്യങ്ങൾ. അനുസരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ദൈവം നമ്മെ നാൾക്ക് നാൾ വർദ്ധിപ്പിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും ദൈവസന്നിധിയിലേക്ക് വരാനും ആഗ്രഹമുണ്ട്. എന്തുകൊണ്ടാണ് വരാൻ കഴിയാതെ ഇരിക്കുന്നത്? ശരിക്ക് ദൈവസ്നേഹം അവരുടെ ഉള്ളിലേക്ക് എത്തിയിട്ടില്ല. പിശാച് അവരെന്ത് ചെയ്യുന്നു? അവിശ്വാസികളുടെ കണ്ണ് കൂരിടാക്കി വെച്ചിരിക്കുക. എന്നാൽ വിശ്വാസിയുടെ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ഈ വിശ്വാസി ചെന്നിട്ട് ഈ വിശ്വാസത്തെ കുറിച്ച് അവരോട് പറയാൻ പോകുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ഓടുന്നു. അതുകൊണ്ടാണ് കല്ലറയിൽ വാസം ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ യേശു അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞിട്ട് യേശു വളരെ ശാന്തമായിട്ട് അമരത്തിന്റെ, അതായത് ബോട്ടിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തലയണയാക്കി, അമരത്തെ തലയണയാക്കിയിട്ട് ഉറങ്ങുകയാണ്. ഇവര് നോക്കുമ്പോൾ ഉറങ്ങുന്നു. എന്നാൽ കാറ്റും മഴയും പടകിന് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. സംഭവിക്കുമ്പോൾ
അക്കരെ എന്താ സംഭവിക്കുന്നെന്നുള്ളത് മുന്നമേ അമരത്തിരിക്കുന്നതിന് അറിയാം. ഇന്ന് പലരും ചവക്കോട്ടയുടെ അവസ്ഥയിൽ കഴിയുകയാണ്. ദൈവത്തിന്റെ വചനത്തെ അങ്ങോട്ട് കൊണ്ടുചെല്ലുമ്പോൾ അടുപ്പിക്കുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഹൃദയം മൊത്തം പാഴും ശൂന്യമായിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സഭയിൽ വന്നുകൊണ്ടിരുന്നവരിൽ അങ്ങനെയാണ്. ഇപ്പൊ ലോകത്തിന്റെ ഇൻപങ്ങളാ, ഫ്രണ്ട്സുകളാ, കൂട്ടുകാരാ, ഇവരെയൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? സഭയിൽ വരാൻ സമയമില്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്. ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ടാൽ മാത്രമേ ദൈവം നിന്നെ കാണത്തുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലോ, യഹോവയെ ഓർക്കുന്നവരെ നിങ്ങളെ കീറിക്കളെ വിടുവിക്കാൻ ആരും ഉണ്ടാകത്തില്ലെന്ന സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇപ്പൊ ചെയ്യുന്നത് എല്ലാം നിസ്സാരമെന്നാ കാണുന്നത്. ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയുള്ള അവധി, ഞായറാഴ്ച അവധി കിട്ടുന്നില്ലെന്ന്. പ്രിയമുള്ളവരെ, നമ്മളോട് സംസാരിക്കാൻ ദൈവം നാക്കെന്തിനാ തന്നിരിക്കുന്നത്? നാം വിശ്വസിക്കുന്ന ആരെയാ? ഈ നാട്ടിൽ നമുക്ക് ജോലി തരുന്ന ഉന്നതന്മാരെ അല്ല നാം വിശ്വസിക്കുന്ന. അവനെയും നടത്തുന്ന ഒരു ദൈവത്തെയാണ് നാം വിശ്വസിക്കുന്നത്. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് തരുമെന്നുള്ളത് കുറെ പണം തരുമെന്നല്ല അതിന്റെ അർത്ഥം. എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് നിന്നെ ആരാധിക്കാൻ പോണം. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോടൊപ്പം ഇരുന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കണം, സഹോദരിമാരോടൊപ്പം ഇരുന്ന് എനിക്ക് ദൈവത്തെ ആരാധിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് ജോലി തരുന്ന യജമാനന്മാർക്ക് ദൈവം ഹൃദയം തുറക്കത്തില്ലേ? ദൈവം ഹൃദയം തുറക്കത്തില്ലേ? തുറക്കത്തില്ലയോ? തുറക്കുമല്ലേ? കാരണം ഹാമാൻ വലിയൊരു കഴുകുമരം ഉണ്ടാക്കി മൊർദെഖായിക്ക് വേണ്ടി. പക്ഷേ മൊർദെഖായി അതിൻ്റെ അകത്ത് തൂങ്ങിയോ? എന്തുകൊണ്ടാ? എല്ലാം എഴുതി, ലേഖ മൊത്തം എഴുതി, എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിരിക്കുക. അത് നാളെ രാവിലെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട്. രാജാവിന്റെ ഉറക്കത്തെ കെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മനസ്സിലായോ? നമ്മുടെ ദൈവം രാജാവിന്റെ ഉറക്കത്തെ കെടുത്തും. അപ്പൊ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നാം സിൻസിയർ ആണെങ്കിൽ നിനക്ക് വരുന്ന ഒരായുധവും ദൈവം നിന്റെ നേരെ കൊണ്ടുവരത്തില്ല, മക്കൾക്ക് നേരെ കൊണ്ടുവരത്തില്ല. ദൈവം സുരക്ഷിതമായിട്ട് അവന്റെ ഉള്ളം കയ്യിൽ വഹിക്കും. ഞാനേ ഇങ്ങനെയാണ്. ഇനി എൻ്റെ മക്കളുടെ കാര്യത്തിലോട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ മക്കളോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇവരത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? 5 വയസ്സിലിരിക്കുമ്പം ഉള്ള കാര്യമല്ല 50 വയസ്സിൽ ചെല്ലുമ്പോഴത്തേന്. 5-ൽ വളഞ്ഞു കിട്ടാത്തത് 50-ൽ വളയത്തൊന്നുമില്ല. ബാലൻ നടക്കേണ്ട വഴി അഭ്യസിപ്പിക്കണം. എന്നാൽ ആ വാർദ്ധക്യത്തിലും വിട്ടുമാറാതെ നിൽക്കും. സദൃശവാക്യങ്ങളൊക്കെ വായിക്കണം. ശലോമോന് കൊടുത്ത ജ്ഞാനമാ അതൊക്കെ. അതുപോലെ തന്നെ നീ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കേണ്ടത് പുത്രനെ എന്ത് ചെയ്യണം? ചുംബിച്ചോണ്ടിരിക്കണം. സങ്കീർത്തനം 2 എഴുതിയിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം എപ്പോഴും എന്ത് ചെയ്യണം? ദൈവത്തോട് വാദിച്ചുകൊണ്ടിരിക്കണം, ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരിക്കണം, ദൈവസന്നിധിയിലായിരിക്കണം. അന്നേരം ശരീരത്തിന് ക്ഷീണമുണ്ടാകും, നമുക്ക് ബലഹീനത തോന്നും, നാം എന്ത് ചെയ്യണം? കിടക്കണമെന്നൊക്കെ തോന്നും. ഈ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് നമ്മൾ ജ്വലിച്ചുകൊണ്ടിരിക്കണം, ഉണർപ്പിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനം 5-ൽ വരുമ്പോൾ കാണാം, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങി, അതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ എണ്ണീറ്റു. ഇല്ല, പലരും കേട്ടിട്ടില്ലേ? കിടന്ന് ഉറങ്ങി, ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു ആ മനുഷ്യൻ. അയ്യോ, ഒരു പ്രശ്നമില്ല, അയാൾ നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയത്. പക്ഷെ രാവിലെ വടിയായിട്ടാണ് കിടക്കുന്നത്. പക്ഷെ അതിലുപരിയായിട്ട് ദൈവം നമ്മെ എന്ത് ചെയ്തു? സ്നേഹിച്ച സ്നേഹം. അതുകൊണ്ട് ദൈവം നമ്മെ വീണ്ടെടുത്തത് നമ്മുടെ രക്ഷയെക്കുറിച്ച് നാം മനസ്സിലാക്കാതെ ഇരിക്കരുത്.
ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പകൽക്കാലം ദൈവസന്നിധിയിൽ കടന്നു വന്ന ദൈവത്തിന്റെ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്.